ബിഗ് ബോസിൻ്റെ എപ്പിസോഡിലെ നൈറ്റിൽ അനു നെവീനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. നീ എന്തിനാണ് നിൻ്റെ ഫാമിലിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നത്? നിനക്കൊരു പനി വന്നാലോ നിനക്കൊരു പ്രശ്നം വന്നാലോ നിൻ്റെ കൂടെ നിൽക്കാൻ എപ്പോഴും നിൻ്റെ ഫാമിലി മാത്രമേ കാണത്തുള്ളൂ. നിൻ്റെ ഫ്രണ്ട്സിനെ അല്ല, നിൻ്റെ ഫാമിലിനെയാണ് സ്നേഹിക്കേണ്ടത്. നീ ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നീ ശരിക്കും നിൻ്റെ മാതാപിതാക്കളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നീ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിരിക്കും അത്. നിൻ്റെ ലൈഫിൽ നിനക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത്. നിൻ്റെ ഫ്രണ്ട്സിനെ അല്ല നീ ശരിക്കും സ്നേഹിക്കേണ്ടത്. നിൻ്റെ ഫ്രണ്ട്സിനെ സ്നേഹിച്ചോ, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നാണ് അനു ഇവിടെ പറയുന്നത്. അപ്പം അതിനുശേഷം നെവിൻ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അതിനുശേഷം നെവിൻ പുറത്തിറങ്ങിയിട്ട് ഒനീലിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ ഒക്കെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയിൽ ശരിക്കും ഒരു ബിഗ് ബ്രദറിന് അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ ഒരു ഫാദറിൻ്റെ ഇതാണ്. ഞാൻ അവരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം അവർ ഹെൽപ്പ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയത്. അപ്പോൾ അവരിവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? എൻ്റെ ഫാമിലിയോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫാമിലി ആയിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിനെ ആയിരുന്നു. അനുവിന് അതേപോലെ പാമ്പറിങ് അങ്ങ് കിട്ടി, അതേപോലെ വളർന്ന് അവളുടെ ഫാമിലി വിട്ട് നിൽക്കാത്തതുകൊണ്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾക്ക് ഫാമിലിയോട് ഇത്ര ഇഷ്ടം. പക്ഷേ എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ അല്ലല്ലോ എന്ന് നെവിൻ പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ശരിക്കും പറഞ്ഞാൽ അനു ആ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അനു വളർന്ന സാഹചര്യത്തിലല്ല മറ്റുള്ളവർ വളർന്നത്. എത്രയോ ആൾക്കാരുണ്ടാവും മക്കളെ നല്ലപോലെ നോക്കാതെ, അല്ലേ? അവർക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ അവർക്കൊരു ഭാവിയിൽ ഒരു ഹസ്ബൻഡ് വന്നു, അവരുടെ ഫാമിലി അല്ലെങ്കിൽ വൈഫിനെയിലൂടെ സന്തോഷം കിട്ടി. അപ്പോൾ അവരുടെ ഫാമിലിയെക്കാട്ടിലും അവരുടെ മദറിനെയും ഫാദറിനെക്കാട്ടും കൂടുതൽ അവർ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടാവും. അനുവിൻ്റെ ലൈഫ് പോയതുപോലെ അനു മറ്റുള്ളവരുടെ ലൈഫിനെ ഒരിക്കലും കാണാൻ പാടില്ല. അനുവിൻ്റെ ലൈഫിൽ അനുവിന് കിട്ടിയതൊന്നും ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും അനുവിൻ്റെ ലൈഫ് വെച്ചിട്ട് ഒരിക്കലും വേറൊരാളുടെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അനുവിനോട് നെവിൻ പ്രത്യേകിച്ചൊന്നും അന്നേരം തിരിച്ച് പറയുന്നില്ലെങ്കിലും നെവിൻ്റെ കാര്യങ്ങൾ നെവിൻ ഷാനവാസിൻ്റെ അടുത്തും മൊണീലിൻ്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പറഞ്ഞതിനോടൊക്കെ നിങ്ങൾ ശരിക്കും യോജിക്കുന്നുണ്ടോ? എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയല്ല. നമ്മുടെ ലൈഫ് വെച്ച് മറ്റൊരാളെ വിലയിരുത്താനും അനലൈസ് ചെയ്യാനും നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ കിട്ടിയ എല്ലാ സന്തോഷങ്ങളും പേരൻസിൻ്റെ സ്നേഹവും ചിലപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല. അനു ഇതൊരു കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അനു ഒരു കുടുംബസ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടിലെ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും അനു പറഞ്ഞത് ഇത്രയും 30 വയസ്സായിട്ടും അനുവിന് ഇത്രയും പോലും ചിന്തിക്കാനുള്ളൊരു പക്വതയും വിവരവും ഇല്ലേ? അനുവിൻ്റെ ലൈഫ് വെച്ച് മാത്രമാണോ മറ്റുള്ളവരെ അനലൈസ് ചെയ്ത് പറയേണ്ടത്? എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ.